ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ പിന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു ഒക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലും ഇന്നത്തെ വിശേഷം അത് രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. മാത്രമല്ല പ്രമോയൊക്കെ ഒരു വലിയ പ്രമോയൊക്കെ അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ വൈജയാണെങ്കിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അലീന പോവാതെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാലു കുത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വൈജ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം വൈജയുടെ ഉദ്ദേശം എന്താണ്? വൈജ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? വൈജ ആണെങ്കിൽ വേറൊരു വീടെടുത്തു, മാറാനൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. മാത്രമല്ല നമ്മുടെ വൈജ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോയോ? പെട്ടെന്ന് ഇപ്പം നമുക്ക് കഥയാണല്ലോ, അപ്പൊ പെട്ടെന്നൊന്ന് എഴുതി കാണിച്ചാൽ മതി. മാസങ്ങൾക്ക് ശേഷം, അതായത് അത്രയും റെസ്റ്റ് പറഞ്ഞ വൈജയാണ് എണീറ്റ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടത്. ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. പറഞ്ഞ് ബോറാക്കുന്നില്ല. കുറെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നും ഇല്ലാട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. എല്ലാവരും വിഷുവൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരണ്യയുടെ ഇട്ട് വാട്ടി പൊരിച്ച് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂടി വന്നിട്ട് ശരണ്യ കൈകൂപ്പി നിൽക്കുകയാണ്. എന്നെ ഉപദ്രവിക്കരുത് നിങ്ങള്, അതായത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ഇനി എന്നെ ഉപദ്രവിക്കരുത്, എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കരുത്. ഒരാവശ്യത്തിനും വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല. ഇനിയിപ്പോ ഈ നാട് വിടണമെങ്കിൽ ഞാൻ നാട് വിട്ടു പോകാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകർ അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് പോയിട്ട് പിന്നെ നമ്മുടെ ശരണ്യക്കാണ് സമാധാനമില്ലാത്തത്. ശരണ്യോട് പറഞ്ഞു, നിനക്കിപ്പൊ സമാധാനം ആയില്ലേടി? ഇപ്പൊ കണ്ടില്ലേ, അവരൊന്നിനും ഇനി ഇടപെടത്തില്ല. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടും? നീ ഇപ്പൊ രക്ഷിച്ച ബാലചന്ദ്രനും ബാലചന്ദ്രന്റെ കുടുംബവും കേറി വന്നവളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുവോ ഒരു സഹായത്തിന് വേണ്ടി? ഒരു സഹായം ചോദിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കുമോ? നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ ആരുടെയും സഹായം പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്തത് അച്ഛാ, ഞാൻ സത്യം മാത്രം പറഞ്ഞു. ഒരു വലിയ സത്യശീല വന്നിരിക്കുന്നു. നീ ആരാടി? നീ ചെയ്ത് വെച്ച് കൂട്ടി വെച്ച കാര്യങ്ങളും ഇത് കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നാട്ടുകാര്, സമുദായക്കാര്, രാഷ്ട്രീയക്കാരെല്ലാം എതിരെ നിന്നിരിക്കുകയാണ്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് അവരുടെ കാല് പിടിക്കാൻ പോകേണ്ടി വന്നാല് അവര് ചവിട്ടി തൂക്കുകയുള്ളൂ. രണ്ട് ആമക്കളാ, അറിയാലോ. നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടില്ലായിരുന്നോടി. നിനക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരമല്ലേടി കളഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പം രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ജീവിതം ഞാൻ മാറ്റിവെക്കണോ രക്ഷപ്പെടാനായിട്ട്? നിങ്ങൾ എന്നെയാണോ സ്നേഹിക്കുന്നത്? അതോ എനിക്ക്, അതായത് എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ബക്കറ്റ് പിരിവ് നടത്തി കുറെ പൈസയാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങൾ എന്റെ നല്ല ഭാവിയാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ കൂടുതൽ ഒന്ന് പറയുമൊന്നും വേണ്ട, നീ നിർത്ത്, നീ പറഞ്ഞതൊക്കെ മതിയായി, നീ എന്തെങ്കിലും കാണിക്കും, നീ എന്തെങ്കിലും തോന്നിവാസം കാണിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ ഗോപനും ഒക്കെ നമ്മുടെ ശരണ്യോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ശരണ്യക്ക് എപ്പോഴും അലീന പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മനസ്സിലുള്ളത്. തളരാൻ പാടില്ല, തകർക്കാൻ 1000 പേര് വരും, പക്ഷെ തളരരുത്, നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയണം, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം എന്നൊക്കെ അലീന പറഞ്ഞു കൊടുത്ത ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്താണ് മാറി മറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരണ്യക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ അലീനയെ വിളിച്ചാൽ തന്നെ കുറെ ആശ്വാസ വാക്കുകൾ നമ്മുടെ ശരണ്യക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രോഹിത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. രോഹിത്തിന് വീണ്ടും 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 രോഹിത് ഓരോ അക്രമം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വീട്ടില്. പ്ലേറ്റ് മാത്രം എടുത്തെറിയല്ല, അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേഴ്സ് സഹിതം എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാതെ അതിന് പകരമായിട്ട് വേറെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആ റൂമിനകത്ത് അലമുറയിട്ട് കരയുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിലാട്ടോ ഉള്ളത്. ഭയങ്കരമായിട്ടും ഒരിക്കലും ഒരച്ഛനും അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് നമ്മുടെ രോഹിത് ചെയ്തു കൂട്ടുന്നത്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ അലീനയോട് പറയുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇനി ചെയ്യേണ്ടത്? രോഹിത്തേട്ടനെ എങ്ങനെയാ മാറ്റേണ്ടത്? രോഹിത്തേട്ടനെ എന്ത് ചെയ്താ രോഹിത്തേട്ടനെ മാറ്റിയെടുക്കേണ്ടത്? ജയിലിൽ പോയി കിടന്നല്ലോ, അപ്പോഴെങ്കിലും മാറുമെന്ന് വിചാരിച്ചല്ലോ, പിന്നെ എന്താ രോഹിത്തേട്ടൻ മാറാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക്, മോളെ ഇപ്പൊ രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം രോഹിത്തിന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്. നീയോ അച്ഛനോ അതുപോലെ നിന്റെ അമ്മയോ ആരൊക്കെ എന്തൊക്കെ വാശി പിടിച്ചാലും ആ വാശിയുടെ അപ്പുറത്തെ വാശിയായിരിക്കും രോഹിത് കാണിക്കാൻ പോകുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, അവനെ നമുക്ക് പതുക്കെ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനേ പറ്റത്തുള്ളൂ. അവൻ ആ ഒരു അവസ്ഥയിൽ ആയിപ്പോയിരിക്കും. അവൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവനോടുള്ള ദേഷ്യം തന്നെയായി നമ്മളോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് 100% ശരിയായ കാര്യമാണ്. അവനോട് ഭയങ്കരമായിട്ടും ദേഷ്യം അവനുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യം തന്നെയാണ് അവൻ മറ്റുള്ളവരോട് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് വെളുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നോ? അതുകൊണ്ടൊക്കെയാണ്. അതൊക്കെ നമുക്ക് കണ്ണടച്ച് കളയാം. ഇപ്പൊ കൂടുതൽ അവനോട് സംസാരിക്കാനോ ഒന്നും പോകണ്ട. അവനെ ധിക്കരിക്കാനും പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല അലീന ചേച്ചി. കാരണം അച്ഛന് ഇതൊക്കെ മാക്സിമം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ ഓടി നടന്നു. സത്യം പറയാലോ, അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് രോഹിതേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? സത്യമായിട്ട് എനിക്കും ദേഷ്യം തോന്നിപ്പോന്ന് പറയുമ്പോൾ ദേഷ്യമൊന്നും തോന്നണ്ട. നമുക്ക് ഇതിനിടയിൽ നമ്മുടെ ബബിതയാണെങ്കിൽ, ഓ അലീനെ, നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂ ഇപ്പൊ രോഹിതിനെ, നീ ഇരുന്നോ, നിന്നെ കൊണ്ടൊന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല, അവന്റെ സ്വഭാവം ഒന്നും മാറത്തൊന്നുമില്ല, നീ രോഹിത്തിനെ ഇറക്കി എന്ന് പറഞ്ഞ് വലിയ വീരവാദം അടിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പൊ രോഹിത്തിനെ മാറ്റി എന്നുള്ള ഒരു ക്രെഡിറ്റും കൂടെ നിനക്ക് കിട്ടാനാണോ നീ ഇതുപോലെ പുറകെ നടക്കുന്നതെങ്കിൽ വെറുതെയാണ്. നീ വെറുതെ പുറകെ നടക്കണ്ട. എന്റെ അമ്മ വന്നാൽ ചിലപ്പം അവന്റെ ഈ ഒരു അവസ്ഥ മാറും. പക്ഷെ നിന്നെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവന്റെ അവസ്ഥ ആരെങ്കിലും വന്നിട്ട് മാറിയാൽ മതി ബബിത. ഇപ്പൊ ഞാൻ തന്നെ മാറ്റണം എന്നില്ലല്ലോ. നിന്റെ അമ്മ വന്നിട്ടോ ആരെങ്കിലും വന്നിട്ട് അവന്റെ അവസ്ഥയൊന്ന് മാറിയാൽ മതി. അവനെ ആ ഒരു പഴയ രോഹിത്തായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. പഴയ രോഹിത്തല്ല, അവനൊരു പുതിയ രോഹിത്ത് തന്നെ ആകണം. അവനെല്ലാം തിരിച്ചറിവുള്ള ഒരു പുതിയ രോഹിത്ത് തന്നെ ആകണം. അതാക്കാൻ പറ്റും. അവനെ ആക്കാൻ നമുക്ക് പറ്റും. അതിന് നമുക്ക് അവന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോ അവനെ നീ എന്നെ വട്ടനാക്കാൻ നോക്കുകയാണ് എന്റെ ഏട്ടനെ കൊണ്ടുപോയി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓരോരുത്തരെ ഓരോ മൂല കയറ്റാനല്ലേ. എന്റെ അമ്മ ഇപ്പൊ ഇവിടുന്ന് വീട് വിട്ടു പോകൂല്ലോ. ഇനിയിപ്പം ഏട്ടനെയും കൂടെ നിനക്ക് പറഞ്ഞ് രോഹിതേട്ടനെയും കൂടെ നിനക്ക് പറഞ്ഞ് അയക്കാലോ. പിന്നെ നിനക്ക് ഇവിടെ എന്തോ ആവാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, നാളെ ബബിത ചേച്ചി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനായിട്ട്? അമ്മ ഓരോ വട്ടുതരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഇങ്ങനെ വിളിച്ചു പറയരുതേ. ഇപ്പത്തെ രോഹിതേട്ടൻ ഇറങ്ങിയതിന്റെ പേരിൽ തന്നെ അലീന ചേച്ചി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അലീന ചേച്ചി കാരണമാണ് രോഹിതേട്ടൻ ഇറങ്ങിയതെന്ന് പലരും പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ ശിവനങ്കിളും കമലയാന്റിയും ഒക്കെ പറയുന്നത് അലീന ചേച്ചി കാരണമാണ് രോഹിത് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അലീന ചേച്ചി കാരണമല്ല രോഹിതേട്ടൻ ഇറങ്ങിയത് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടി ഇട്ട് വട്ടുകളിപ്പിക്കാനേ എന്ത് മഹാഭാവമാണ് അലീന ചേച്ചി നിങ്ങളോടൊക്കെ ചെയ്തത്. എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റ ഒരുത്തിയല്ലേ ഈ വീട്ടിൽ കയറി വന്ന് ഈ വീടിന്റെ സമാധാനമൊക്കെ കളഞ്ഞതും ഇപ്പൊ രോഹിത് ജയിലിൽ നിന്ന് വന്നതും ജയിലിൽ പോയി കിടന്നതും ഒക്കെ ഇവള് കാരണം. ഇവളുടെ എറണക്കേട് തന്നെ. അമ്മ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നു? ഇവള് കാലെടുത്ത് കുത്തി അന്ന് തുടങ്ങിയതല്ലേ ഈ വീട്ടിലെ പ്രശ്നങ്ങളും ഈ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കൊക്കെ. എന്നിട്ട് നീ ഇവളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങ് നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, കാര്യമാക്കണ്ട മോളെ, ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു, ഇതൊക്കെ കേട്ട് എന്റെ ചെവിക്ക് ഇതൊരു തഴമ്പായിപ്പം, അതുകൊണ്ട് പിന്നെ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ, ഇത് എന്നാ അവസാനിക്കും ഈ അഹങ്കാരമൊക്കെ എന്നൊക്കെ കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനു എത്തുകയാണ് കേട്ടോ രോഹിത്തിനെ കാണാനായിട്ട്. ഏതായാലും രോഹിത്തിനെ കാണാൻ മനു എത്തുമ്പോഴത്തേക്കും അങ്ങനെ മനു വരുന്ന ഉടനെ തന്നെ നമ്മുടെ അലീനെ ചെന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട്. അപ്പം ഡോറൊക്കെ തുറന്നപ്പോഴത്തേക്കും ആ മനുവേട്ടനോ കയറി വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല അവനെന്തി രോഹിത് എന്തി, ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അലീനയുടെ മുഖഭാവം ഒക്കെ പെട്ടെന്ന് മാറുകയാണ്. അപ്പം നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എന്താ അലീനെ നിന്റെ മുഖത്തിനൊക്കെ ഒരു വ്യത്യാസം, രോഹിത്തിനെ ഞാൻ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് അത് പിന്നെ വലിയ കഷ്ടമാണ് മനുവേട്ട, വേറെ ഒന്നുമല്ല, രോഹിത്തിനെ കാണണോ, രോഹിത്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവൻ പ്രതികരിക്കുന്ന എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ നീ അങ്ങനെ പറയുന്നത്? അതിന് വേറൊന്നുമല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. രോഹിത്തിനെ നമ്മൾ ജയിലിൽ നിന്ന് കൊണ്ടുവന്നു, പക്ഷെ അവന്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ മോശമാ മനുവേട്ട. അവൻ നമ്മളോടൊന്ന് സംസാരിക്കാനോ നമ്മൾ ചോദിക്കുന്നതിനൊന്ന് പ്രതികരിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. അവൻ നമ്മളോടൊക്കെ എന്തോ ഭയങ്കര ദേഷ്യമുള്ളതുപോലെ, നമ്മൾ ഭയങ്കര ശത്രുക്കളാണെന്നുള്ള രീതിയിലൊക്കെ അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അത് പിന്നെ അവന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ അലീന, ജയിലിൽ നിന്നൊക്കെ വന്നതല്ലേ, അപ്പം അതൊക്കെ ആയിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ മനു പറയും. ഇപ്പം മനുവേട്ടനെ കാണണോ രോഹിത്തിനെ എന്ന് ചോദിക്കുമ്പം എന്നാ പിന്നെ എനിക്ക് കാണണ്ട, ഇനിയിപ്പം എന്നെ കണ്ടിട്ട് അവന് ദേഷ്യം ഉണ്ടാകുമൊക്കെ ആണെങ്കിൽ കാണണ്ട, വെറുതെ എന്തിനാ ഇനിയിപ്പം ഞാൻ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത്, അവന്റെ സമനില തെറ്റിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എനിക്കെന്ന് മനു പറയുന്നുണ്ട്. കാരണം മനു ന്യായമാണ് പറഞ്ഞത്. അപ്പൊ മനു പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ മാറാൻ എന്തായിരിക്കും ഇത് ഇനിയിപ്പോ എന്താ ഒരു മാർഗം, ഇവന് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കണമല്ലോ. എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ പോയാൽ ശരിയാവില്ലല്ലോ.
എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അലീന പറഞ്ഞത് നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അവന് ജയിലിൽ പോയി കിടന്നതിന്റെ ഒക്കെ പ്രശ്നവും ആ പ്രഷറൊക്കെ കാരണമായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം. ഇതിനോടൊപ്പം തന്നെ അതൊരു സീനാണ് കേട്ടോ. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗോവർദ്ധനെയും ഒക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് ബാലചന്ദ്ര മേനോനെ. ഇവിടുത്തെ അവസ്ഥ കുറച്ച് പ്രശ്നമൊക്കെ തന്നെയാണ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല രോഹിത്ത് വന്നതിൽ ഒരുപാട് മാറ്റമാണ് ഇപ്പൊ അവനിൽ നമ്മൾ കാണുന്നത്. പോയതിന്റെ അപ്പുറത്തെ ഒരു രോഹിത്തിനെയാണ് ഇപ്പൊ കാണുന്നത്. അവന് വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്റെ പൊന്ന് ഗോവർദ്ധന. ഇപ്പൊ അവന് ജയിലിൽ നിന്ന് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അവൻ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് സമാധാനം തരുന്നില്ല, വീട്ടിലുള്ള പെമ്മക്കൾക്ക് സമാധാനം കൊടുക്കുന്നില്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ രോഹിത് ആണെങ്കിൽ ഇറങ്ങി പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി നമ്മുടെ രോഹിത്തിനെ തല്ലി ഓടിക്കുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ. അങ്ങനെ നാട്ടുകാരെല്ലാം തല്ലി ഓടിച്ച് നമ്മുടെ രോഹിത്തിനെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുകയാണ്. ഏതായാലും രോഹിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന്. ഏതായാലും അത്രയധികം ഒരു രൂക്ഷമായ അവസ്ഥയാണ് രോഹിത്തിന് നേരിടേണ്ടി വരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അകത്തേക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെ, പുറത്തിറങ്ങാനാകാതെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ. അതും വാശിക്ക് ഇറങ്ങി പോകുന്ന കേട്ടോ, വീട്ടിൽ നിന്ന് വാശിക്ക് തന്നെ ഇറങ്ങി പോകുന്നതാണ്. നമ്മുടെ ബാലചന്ദ്രനോട് വഴക്കുണ്ടാക്കി ബാലചന്ദ്രൻ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും, സമാധാനത്തോട് സംസാരിക്കാൻ നോക്കിയിട്ട് നമ്മുടെ രോഹിത് അമ്മിനും വില്ലിനും അടുക്കുന്നില്ല. അതുകൊണ്ടാണ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്. ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം ആ ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്കും ബാലചന്ദ്രനെ തന്നെ മറന്ന് ദേഷ്യത്തിൽ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ രോഹിത് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും എല്ലാ നാട്ടുകാരും കൂടി ചേർന്ന് രോഹിത്തിനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും അതുപോലെ ചെരുപ്പെടുത്ത് എറിയും ഒക്കെ ചെയ്യുന്ന ഒരു സീനാണുള്ളത്. വല്ലാത്തൊരവസ്ഥയിലാണ്. എവിടെന്നോ ആരോ രക്ഷിക്കുന്നു നമ്മുടെ രോഹിത്തിനെ. ഏതായാലും രോഹിത്തിനെ രക്ഷിക്കുന്നത് അലീനയും ബാലചന്ദ്രനും ഒക്കെ ചേർന്ന് തന്നെയാണ്. അങ്ങനെ രോഹിത്തിനെ അകത്ത് കൊണ്ടുവന്ന് ഗേറ്റ് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പെരയ്ക്കകത്ത് കയറി വരികയും വീട്ടിലെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ നേരത്തെ ഉണ്ടായ പോലെ ഉണ്ടാകും. രോഹിത് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, രോഹിത്തുകാരൻ പ്രതിയല്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ കേസൊക്കെ അതിന്റെ പടി നടക്കുന്നുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങുക മാത്രമേ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അവസ്ഥ തന്നെയാണ് നാട്ടുകാരൊക്കെ ഇപ്പൊ കാണിക്കുന്നത്. ഇവൻ തെറ്റുകാരനാണ്, ഇവന് പൈസ കൊടുത്തിട്ടാണ്, ശരണ്യക്ക് പൈസ കൊടുത്തിട്ട് ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയിപ്പിക്കുന്നതാണ് എന്ന് ഈ രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്ന. ഒരാൾ പറഞ്ഞു, 2 പേര് പറഞ്ഞു, 3 പേര് പറഞ്ഞു, ഇങ്ങനെ ഓരോ ചെവികളിൽ എത്തുമ്പോഴത്തേക്കും ഇവൻ തെറ്റുകാരൻ തന്നെയാണ്, നമ്മുടെ അലീന ശരണ്യനെ കൈക്കലാക്കി രക്ഷിപ്പിച്ചതാണ് എന്നല്ലേ എല്ലാവർക്കും തോന്നത്തുള്ളൂ. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ രോഹിത്തിന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് കേട്ടോ. ഏതായാലും ഈ സമയം തന്നെ നമ്മുടെ വൈജ പുറത്തിറങ്ങുന്നുണ്ട്. വൈജ പുറത്തിറങ്ങുന്നത് ഒരു വീട് റെന്റിനൊക്കെ എടുത്തായിരുന്നല്ലോ. അപ്പൊ എന്താണ് വൈജ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അത് വരാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ എത്തുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പം അത് നാളെയോ മറ്റന്നാളോ ഒന്നും കാണിക്കുന്ന സീനല്ല നിങ്ങൾ ഇന്നത്തെ പ്രമോയിൽ കണ്ടത്. അത് വരുന്ന കഥയാണ്. അതായത് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ വരുന്ന കഥ തന്നെയാണ്. നമുക്കൊരു നെക്സ്റ്റ് വീക്ക് പ്രമോ പോലെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രമോയ്ക്കകത്തെ, അല്ലാതെ ഇന്നോ നാളെയോ നടക്കാൻ പോകുന്ന സംഭവം അല്ലാതെ. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വൈജയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ എന്തായിരിക്കും. നമ്മുടെ വൈജ അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം വരില്ലെന്നാ പറയുന്നത്. ഏതായാലും അലീനെ അവിടെ ഇറക്കി വിട്ടിട്ട് വൈജയനെ നമ്മുടെ ബാലചന്ദ്രൻ കയറ്റാൻ പോകുന്നില്ല. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയോ വലിയൊരു ട്വിസ്റ്റുകളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ എന്നും നമ്മൾ രാവിലെ ഫുൾ വിശേഷം റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. അപ്പൊ മറക്കാതെ എല്ലാവരും ഒന്ന് കാണണം. ഒരു 8 മണിയോടൊക്കെ കൂടി നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ലൈക്കിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാനും അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഹൈപ്പും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.